വെൽക്കം ഓൾ ടു കോമേറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓഡിറ്റിങ്ങിൻ്റെ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഇൻറ്റേർണൽ ഓഡിറ്റ് ആണ്. അപ്പം ഓഡിറ്റിങ്ങിൻ്റെ മുൻപത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓഡിറ്റിങ്ങിൻ്റെ ബേസിക്സ്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ചെക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക. നമ്മൾ എൻ്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിനെ കുറിച്ചാണ്. ഇൻറ്റേർണൽ ഓഡിറ്റ്. സോ ആ വേർഡ് മീനിങ്ങിൽ തന്നെ എന്താണ്, ഇൻറ്റേർണലി നമ്മളൊരു ഓഡിറ്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് വിത്തിൻ ദ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ്റെ സ്റ്റാഫോ അല്ലെങ്കിൽ വേറൊരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണലോ ഇൻറ്റേർണലി നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ നടത്തുന്ന ഓഡിറ്റിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. It is an independent appraisal activity. So first point ആണ്, it is an independent appraisal activity. It is an independent appraisal activity. അതായത് ആ ഒരു ഓർഗനൈസേഷനാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനിക്കുന്നത് അവിടെ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തണോ വേണ്ടയോ എന്നുള്ളത്. വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ബൈ ദി സ്റ്റാഫ് ഓഫ് ദി എൻറ്റിറ്റി. ആരായിരിക്കാം? ഒന്നില്ലെങ്കിൽ ആ സ്റ്റാഫ് ആയിരിക്കാം, ഓർ ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ അപ്പോയിൻറ്റഡ് ഫോർ ദാറ്റ് പർപ്പസ്. അല്ലെങ്കിൽ എന്താണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടും ഇൻറ്റേർണൽ ഓഡിറ്റ് നമുക്ക് നടത്താം. ഫോർ റിവ്യൂ ഓഫ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ ആൻഡ് അതർ ഓപ്പറേഷൻസ് ആൻഡ് കൺട്രോൾസ് എസ്റ്റാബ്ലിഷ്ഡ് within an organization as a service to the organization. സോ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന അക്കൗണ്ടിങ് റിവ്യൂ ചെയ്യാൻ വേണ്ടി, ഫിനാൻഷ്യൽ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്, അതർ ഓപ്പറേഷൻസ് എല്ലാം പിന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുന്നത്. ഇനി ചില കേസിൽ അതായത് സെക്ഷൻ 138 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ചില കമ്പനീസ് ഇൻറ്റേർണൽ ഓഡിറ്റ് നിർബന്ധമായും നടത്തണം. അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. Internal audit required by such class or classes of companies as may be prescribed shall be required to appoint an internal auditor who shall either be a chartered accountant or a cost accountant or such other professional as may be decided by the board to conduct internal audit of the functions and activities of the company. അപ്പം ചില ക്ലാസ് ഓഫ് കമ്പനീസിൽ എന്താണ്, സെക്ഷൻ 138 പ്രകാരം ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ ഓഡിറ്റർ ഒന്നില്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്താൻ വേണ്ടി പറ്റുന്ന അതർ പ്രൊഫഷണൽസ്, ബോർഡ് തീരുമാനിക്കുന്ന അതർ പ്രൊഫഷണൽസ് എന്ത് ചെയ്യണം, ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തിയിട്ടുണ്ടാവണം. Then the central government may by rules prescribe the manner and the intervals in which the internal audit shall be conducted and reported to the board. അപ്പോൾ എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ റൂൾസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം എങ്ങനെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തേണ്ടത്. അതുപോലെ തന്നെ ഇൻ്റർവെൽസ്, അതായത് എപ്പോഴാണ്, ഒരു വർഷം കൂടുമ്പോഴാണോ അല്ല 2 വർഷം കൂടുമ്പോഴാണോ, അങ്ങനെ ടൈം ഇൻ്റർവെൽസ് പറഞ്ഞിട്ടുണ്ടാവും. And the internal audit shall be conducted and reported to the board. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് പ്രകാരം ഇൻറ്റേർണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും വേണം. സോ ഇതാണ് ബേസിക്കലി ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ചെക്ക്, ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. സോ ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. സോ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ചെയ്ത വർക്ക് മറ്റൊരു എംപ്ലോയി ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്ത് വിടുന്നതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. സോ ദ മെയിൻ പർപ്പസ് ഇസ് ടു സേഫ് ഗാർഡ് ഓർ മിനിമൈസിങ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഇൻ ആക്ഷൻസ്, ട്രാൻസാക്ഷൻസ് ആൻഡ് റെക്കോർഡ് സോ ആസ് ടു എൻഷുർ എഫിഷ്യൻറ്റ് റണ്ണിങ് ഓഫ് ബിസിനസ്. സോ ഇതിൻ്റെ ഇൻറ്റേർണൽ ചെക്കിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, എറേഴ്സും ഫ്രോഡ്സും, ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എറേഴ്സും ഫ്രോഡ്സും മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റ് നമ്മൾ പറഞ്ഞു, നമ്മളെല്ലാം ട്രാൻസാക്ഷൻസ് എല്ലാം നടത്തി കഴിഞ്ഞ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നടത്തുന്നതാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഡിറ്റക്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ആൻഡ് ഇറാഗുലാരിറ്റീസ് റിഗാർഡിംഗ് അസറ്റ്സ് കമ്മിറ്റഡ് ഇഫ് എനി ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ആക്ടിവിറ്റി. അപ്പം കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്തെങ്കിലും എറേഴ്സോ ഫ്രോഡ്സോ അതുപോലെ അസറ്റ്സിൽ എന്തെങ്കിലും
റെഗുലാരിറ്റീസോ ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക, അതിനെതിരെ എന്ത് ചെയ്യുക, പ്രിവെൻഷൻ ആക്ടിവിറ്റി എടുക്കുക എന്നുള്ളതാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് കൊണ്ട് മെയിൻ പർപ്പസ്. ഇൻറ്റേർണൽ ഓഡിറ്റ് നമ്മൾ നടത്തുന്നത്. നെക്സ്റ്റ് ആണ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു, ഈ ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഫോർമുലേഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസി ആൻഡ് എഫക്റ്റീവ് ആൻഡ് സ്പീഡി എക്സിക്യൂഷൻ thereof with the help of internal checking and internal audit activities. സോ എന്താണ്, നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും പോളിസീസ് എല്ലാം നമ്മൾ എഫക്റ്റീവായിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫേമിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ കൺട്രോൾ. ഓവറോൾ നമ്മൾ ഇൻറ്റേർണൽ കാര്യങ്ങൾ, ആ ഒരു കമ്പനീൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ കൺട്രോൾ. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. The next point is scope of internal check, internal audit and internal control. The first one internal check ആണ്. അപ്പോൾ internal checkന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് it is restricted to formulation and working of proper accounting and other operational system and reporting or offering suggestions to appropriate internal authorities. അതായത് ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്കോപ്പാണ്. കാരണം നമ്മൾ ആ ഒരു ഇൻറ്റേർണൽ ചെക്ക് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ആ വർക്കിംഗ് ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ടല്ല ചെയ്യുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സജഷൻസ് ഓഫർ ചെയ്യാനും അതുപോലെ തന്നെ ഇൻറ്റേർണൽ സജഷൻസ് എന്ത് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ഇൻറ്റേർണൽ അതോറിറ്റീസിലേക്ക് എത്തിക്കുക ഉള്ളതാണ് ഇൻറ്റേർണൽ ചെക്കിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ചെക്കാണ് ഇത്, ഇൻറ്റേർണൽ ചെക്കിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ലിമിറ്റഡ് സ്കോപ്പാണ്. അവർ ചെയ്യുന്ന ആ വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഇൻറ്റേർണൽ ഓഡിറ്റ് ആണെങ്കിൽ limited to a continuous internal system of checking financial and non-financial operations and reporting to internal top management. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്, അതായത് ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ടോപ്പ് മാനേജ്മെൻറ്റ്, ഇൻറ്റേർണൽ ടോപ്പ് മാനേജ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കൺട്രോൾ ആണ്. ഇൻറ്റേർണൽ കൺട്രോൾ വൈഡർ സ്കോപ്പാണ്, വൈഡർ ഇൻ സ്കോപ്പ് ദാൻ ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസ് എല്ലാം വരുന്നത് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഉള്ളിലാണ്. സോ ഇറ്റ് ഹാസ് എ വൈഡർ സ്കോപ്പ്. നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് പീരിയോഡിസിറ്റി. So it proceeds, first internal check proceeds simultaneously with the initiation of transactions and ends with the recording thereof. അപ്പോൾ ഇൻറ്റേർണൽ ചെക്ക് എവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്, അതായത് ട്രാൻസാക്ഷൻസ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ ട്രാൻസാക്ഷൻ തുടങ്ങുന്ന സമയത്താണ് ഇൻറ്റേർണൽ ചെക്ക് തുടങ്ങുന്നത്. അത് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഫൈനൽ അക്കൗണ്ട്സ് ഫുള്ളായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ഇൻറ്റേർണൽ ചെക്ക് അവിടെ അവസാനിക്കുന്നു. അതായത് ഓരോരുത്തർ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഓട്ടോമാറ്റിക്കലി അതർ പേഴ്സൺ ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. ഇനി ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റ് എപ്പോഴാണ് തുടങ്ങുന്നത്, ഇൻറ്റേർണൽ ചെക്ക് എവിടെയാണ് അവസാനിക്കുന്നത്, അപ്പോഴാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് ആരംഭിക്കുന്നത്. സോ ഇറ്റ് കമൻസസ് ആഫ്റ്റർ ട്രാൻസാക്ഷൻസ് ആർ കംപ്ലീറ്റ്ലി റെക്കോർഡഡ്. അപ്പോൾ എന്താണ്, ട്രാൻസാക്ഷൻ എല്ലാം കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്ത് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നോർമലി ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുന്നത്. നെക്സ്റ്റ് ഇൻറ്റേർണൽ കൺട്രോൾ. It spreads through the process of internal checks up to taking action on internal audit reports. അപ്പോൾ എന്താണ്, ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത് എല്ലാ പ്രോസസ്സിലുണ്ട്. അതായത് ഇൻറ്റേർണൽ ചെക്ക് തുടങ്ങുന്നത് മുതൽ ഇൻറ്റേർണൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ആക്ഷൻ എടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, ഇൻറ്റേർണൽ കൺട്രോളിലാണ് വരുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് ഇസ് പേഴ്സണൽ. പേഴ്സണൽ മീൻസ് ഇവിടെ ആരാണ് ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ കൺട്രോളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, പേഴ്സണൽ മീൻസ് എംപ്ലോയീസിനെയാണ് ഈ പേഴ്സണൽ NNEL വരുന്ന പേഴ്സണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻറ്റേർണൽ ചെക്ക് നടത്തുന്നത് ഇൻറ്റേർണൽ സ്റ്റാഫ് വിത്ത് നോ സ്പെഷ്യലൈസ്ഡ് നോളജ് ഓർ സ്കിൽ ബട്ട് വിത്ത് ക്ലിയർലി ഡിഫൈൻഡ് ഡിവിഷൻ ഓഫ് ഈച്ച് വർക്ക്. അപ്പം ഇത് നടത്തുന്ന ആരാണ്, ഇൻറ്റേർണൽ സ്റ്റാഫാണ്. അതായത് അവർക്ക് സ്പെഷ്യലൈസ്ഡ് നോളജോ ഒന്നും ഉണ്ടാവില്ല, നോളജോ സ്കില്ലോ ഉണ്ടാവില്ല, പക്ഷേ ഡിവിഷൻ ഓഫ് വർക്ക് അവിടെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ സ്റ്റാഫാണ് ഇൻറ്റേർണൽ ചെക്ക് നടത്തുന്നത്. ഇനി ഇൻറ്റേർണൽ ഓഡിറ്റ് ആരാണ് നടത്തുന്നത്, സ്പെഷ്യലി ക്വാളിഫൈഡ് ആൻഡ് സ്കിൽഡ് ഓഡിറ്റ് സ്റ്റാഫ് ആസ് എ പാർട്ട് ഓഫ് ഇൻറ്റേർണൽ പേഴ്സണൽ റെസ്പോൺസിബിൾ ടു സീനിയർ ഓർ
ടോപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുന്നത് ക്വാളിഫൈഡ് ആയിട്ടും സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് സ്റ്റാഫാണ് നടത്തുന്നത്. അത് വിത്തിൻ ദ ഓർഗനൈസേഷനിലുള്ള ഒരു സ്റ്റാഫായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണലിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. ഇനി ഇൻറ്റേർണൽ കൺട്രോൾ ആരാണ് നടത്തുന്നത്? ടോപ്പ് മാനേജ്മെൻറ്റ് പേഴ്സണൽ അക്കൗണ്ടബിൾ ടു ഓണേഴ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഇൻറ്റേർണൽ കൺട്രോൾ നടത്തുന്നത്. അവരാണ് ആർക്ക്? ആ ഒരു കമ്പനീൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്. സോ ടോപ്പ് മാനേജ്മെൻറ്റ് പേഴ്സണൽസ് ആണ്, ടോപ്പ് മാനേജേഴ്സ് ഒക്കെ വരുന്ന ടോപ്പ് മാനേജ്മെൻറ്റ് പേഴ്സണലാണ് ഇൻറ്റേർണൽ കൺട്രോള് നടത്തുന്നത്. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് എന്താണ്? ഇൻറ്റേർണൽ ഓഡിറ്റ് ആണ്. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് അപ്രൈസൽ ആക്ടിവിറ്റിയാണ്. അത് ആ ഒരു എൻറ്റിറ്റീൻ്റെ ഉള്ളിലുള്ള സ്റ്റാഫിനെ നടത്താം, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണലിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ശരി, ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുന്നത് ഒരു സർവീസാണ് അല്ലേ? ആ ഒരു ഓർഗനൈസേഷന് ഒരു സർവീസാണ്. അതുപോലെ സെക്ഷൻ 138 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 എന്താണ് മെൻഷൻ ചെയ്തിട്ടുള്ള കമ്പനീസ് എന്ത് ചെയ്യണം? ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തിയിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് ഡിഫറൻസ് ആണ്. നമ്മൾക്കറിയാം ഇൻറ്റേർണൽ ചെക്ക്, ഇൻറ്റേർണൽ ഓഡിറ്റ്, ഇൻറ്റേർണൽ കൺട്രോൾ എങ്ങനെയാണ് വരുന്നത്? ഇൻറ്റേർണൽ കൺട്രോൾ വൈഡ് സ്കോപ്പാണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും എന്ന് പറയുന്നത്. അതുപോലെ ഇൻറ്റേർണൽ ചെക്ക് നടത്തുന്നത് ആ ഒരു കമ്പനീൻ്റെ ഉള്ളിലുള്ള സ്റ്റാഫ് തന്നെയായിരിക്കും. അവർക്ക് സ്പെഷ്യലൈസ്ഡ് നോളജ് ഒന്നും ഉണ്ടാവില്ല. ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുന്നത് ഒരു ക്വാളിഫൈഡ് പ്രൊഫഷണൽ ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഇൻറ്റേർണൽ ചെക്ക് അവസാനിക്കുന്നിടത്ത് ഇൻറ്റേർണൽ ഓഡിറ്റ് ആരംഭിക്കുന്നു. ഈ ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും ഒക്കെ നടക്കുന്നിടത്തൊക്കെ എന്തുണ്ട്? ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ടും ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.